നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും PP ദിവ്യയ്ക്ക് വ്യാജ തെളിവുകൾ ചമയ്ക്കാൻ പോലീസ് അവസരം നൽകുമെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. നവീന്റെ മരണം കൊലപാതകമാണെന്ന സംശയവും കുടുംബം ഉന്നയിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. നേരറിയാൻ CBI വരണോ? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ശ്രീ KVS ഹരിദാസ് BJP, ശ്രീ MK ഹരിദാസ് പ്രോപ്പർ ചാനൽ എന്ന NGOയുടെ പ്രവർത്തകർ എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് BN ഹസ്കർ, നവീന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത്. പക്ഷേ ആ CPMന് വിശ്വാസമില്ല ആ കുടുംബത്തിന് എന്ന് ഈ ഹർജിയിൽ നിന്ന് വ്യക്തമാവുകയാണെന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചാണ് മഞ്ജുഷ ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. ഷാസ്കർ കേൾക്കാമോ? ഇരയാക്കുന്ന അഭിലാഷി, ഇരയെ ഇണയാക്കുന്ന അനിതര സാധാരണ ഒരു അത്ഭുത പ്രതിഭാസത്തിൻ്റെയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ പരീക്ഷണം നടത്തുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ ഇരയാക്കപ്പെടുകയും തങ്ങൾക്ക് അവരവകാശപ്പെടുന്ന ഒരു അന്വേഷണത്തെ സത്യസന്ധവും നീതിയുക്തവുമായി അന്വേഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും സംസ്ഥാന സർക്കാരും CPIഎമ്മും ഇടതുപക്ഷവും സ്വാഗതാർഹമായി കാണുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ CPIഎമ്മിന് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വിശ്വാസമില്ല എന്ന അർത്ഥത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും CPIഎമ്മും എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ സത്യസന്ധവും നീതിയുക്തവുമായിരുന്നു എന്ന് ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദിവ്യയെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിച്ചിരുന്നു എങ്കിൽ അവർ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നില്ല. അവർ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ, ആ മുൻകൂർ ജാമ്യാപേക്ഷ നഗരസിദ്ധാന്തം എതിർത്തിട്ടുള്ളത് CPM കുടുംബമായ ആ കുടുംബത്തിനല്ലേ മനസ്സിലാക്കേണ്ടത്. അവർക്ക് അത് ബോധ്യമില്ല. ഇവിടെ ദിവ്യയെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് CBI വരണം എന്നാണ് ഈ ഹർജി. അഭിലാഷ്, അതിൽ വേറെ തലങ്ങൾ കൂടി കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ അന്ന് കണ്ണൂരിലെ ജില്ലാ കളക്ടർ ശ്രീ അരുൺ വിജയൻ്റെ ഇതായിട്ട് വന്നിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴികളെ സംബന്ധിച്ചും ആ വസ്തുതകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ അന്വേഷണം നടത്തുന്ന സംസ്ഥാന പോലീസിൻ്റെ അധികാരപരിധിയെ അവർ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തെറ്റ് കാണാൻ കഴിയില്ല. അവർ നടത്തുന്ന ഇടപെടലുകൾ, ഇപ്പോൾ നിയമമൂലം നടത്തുന്ന ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാർ, ഞാൻ കരുതുന്നത്, ഒരു കാരണവശാലും CBI എൻക്വയറിയെ എതിർത്തുകൊണ്ട് ഒരു സത്യവാങ്മൂലം നൽകാനുള്ള സാധ്യത നിലവിലുണ്ടാവില്ല എന്നു തന്നെയാണ്. കാരണം CPM എടുത്തിട്ടുള്ള നിലപാട് ആ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും അവരാഗ്രഹിക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളെയും സംരക്ഷിക്കുകയും അതിനൊപ്പം നിലനിൽക്കുകയും ഇടതുപക്ഷത്തിന്റെ ആശയം. അതുകൊണ്ടാണ് ഞാൻ ആ ഹർജി വായിച്ചു കേൾപ്പിക്കാം. The accused still has strong backing of the ruling party. The accused still has the strong backing of the ruling party, which naturally metamorphoses into influence with the police investigating the case. അതായത് ഈ PP ദിവ്യ എന്ന പ്രതിക്ക് CPIഎമ്മിലുള്ള സ്വാധീനം, റൂളിംഗ് പാർട്ടിയിലുള്ള ഭരണ പാർട്ടിയിലുള്ള സ്വാധീനം പോലീസ് ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറും. Thus only an impartial agency like the CBI, which cannot be influenced by any of the state elements, can carry on effective inquiry in this case എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതായത് സംസ്ഥാനത്തെ ഭരണകൂടത്തിന് ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്ത CBI പോലെയുള്ള ഒരു ഇംപാർഷ്യൽ ഏജൻസി ഈ കേസിൽ വരണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ വാദം. അടുത്ത വരി ഞാൻ വായിക്കാം. സിൻസ് ദ അക്യൂസ്ഡ് ഹാസ് ഗോട്ട് അലീജിയൻസ് ടു ദ മെയിൻ റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ദ സ്റ്റേറ്റ് CPIM, there would be no free and fair investigation. CPIM എന്ന സംസ്ഥാനത്തെ റൂളിംഗ് പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ് PP ദിവ്യ എന്നുള്ളത് കൊണ്ട് തന്നെ there will be no free and fair investigation. അവിടെ ഒരു നിഷ്പക്ഷവും സുതാര്യവുമായ നീതിപൂർവകമായ അന്വേഷണം നടക്കില്ല. ഇതാണ് മഞ്ജുഷ എന്ന വ്യക്തി നൽകിയ ഹർജിയുടെ ക്രക്സ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CPM എന്ന പാർട്ടിയിലുള്ള അവിശ്വാസമാണ് ഈ ഹർജി വഴി രേഖപ്പെടുത്തുന്നത് എന്ന്. അഭിലാഷ്, അതിനെ അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് കാണേണ്ടതില്ല. ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ അങ്ങ് വായിച്ച വരികൾ കൃത്യമായി എനിക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. അങ്ങ് ഞാനത് പറയുന്നുണ്ട്, എൻ്റെ മറുപടി കൂടി പറയുന്നത് കേൾക്കൂ. CBI എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഏതു ഹർജി പരിശോധിച്ചാലും
അതൊരു സ്ഥിരം വാചകവും സ്ഥിരമായി തന്നെ കാണുന്നുണ്ട്. സംസ്ഥാന പോലീസിന് വിശ്വാസമില്ല എന്നുള്ളത് പറയുന്നതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിലിരിക്കുന്ന ഭരണ സംവിധാനത്തെ വിശ്വാസമില്ലാത്തതുകൊണ്ട് CBI പോലുള്ളൊരു സ്വതന്ത്ര ഏജൻസിയെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കുക എന്നുള്ളത് ഏതൊരു ഹർജിക്കാരും ഉന്നയിക്കുന്ന ആരോപണങ്ങളും ആരോപണ മുഖങ്ങളും മാത്രമേ ഈ ഹർജിയിലുമുള്ളൂ. ശ്രീമതി മഞ്ജുഷയ്ക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് അവകാശമുണ്ട്. അവരോടൊപ്പം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകൾ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി സംരക്ഷിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഇത്ര ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നഖശികാന്തം എതിർക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചില്ലല്ലോ. വേണമെങ്കിൽ അവർക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ മുൻകൂർ ജാമ്യം പോകുന്നുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനും CPM-ന് സാധിക്കുമായിരുന്നല്ലോ. CPM ഒരു തരത്തിലും അവരെ സംരക്ഷിച്ചില്ല. സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹസ്കർ. ഞാൻ അങ്ങനെയിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, CPM ഒരു തരത്തിലും PP ദിവ്യയ്ക്ക് സഹായം കൊടുത്തിട്ടില്ല. അങ്ങനെ സഹായം കൊടുത്തിരുന്നെങ്കിൽ ദിവ്യ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. PP ദിവ്യ അറസ്റ്റിലായി, PP ദിവ്യ റിമാൻഡിൽ കഴിഞ്ഞു. തുടർന്ന് ജാമ്യത്തിൽ പുറത്തു വരികയാണുണ്ടായത്. അന്വേഷണം നടക്കുന്നു, കുറ്റപത്രം കൊടുക്കും. ഈ കാര്യത്തിൽ നീതിപൂർവകമായ അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് സംസ്ഥാന സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും അവകാശപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? ശ്രീ അഭിലാഷേ, ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉണ്ടായ നാളുവഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ PP ദിവ്യയെ ഏതെല്ലാം സമയത്ത് ഈ പാർട്ടിയും സർക്കാർ സംരക്ഷിച്ചു എന്നത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം തന്നെ വളരെ പെട്ടെന്ന് അൺകിഡ്സ് നടപടികൾ പൂർത്തിയാക്കിയത്. ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിലാണ് നടത്തിയത്. അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അവിടെ ഈ 2 ഘട്ടത്തിലും വരാനുള്ള സാഹചര്യം പോലീസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. അതിനുശേഷം ഇന്ന് ഇങ്ങോട്ട് ഈ പ്രതിയായി ഉള്ള ദിവ്യയെ ഏതെല്ലാം ഘട്ടത്തിൽ സംരക്ഷിച്ചു, ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആ സമയത്ത് അവരെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവെടുക്കാനോ അന്നത്തെ പോലീസ് തയ്യാറായിട്ടില്ല. അവരുടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്ത് വന്ന് രാജിവെച്ച് പോലീസ് കമ്മീഷണറുടെയും ACP-യുടെയും ടൗൺ സ്റ്റേഷൻ്റെയും മുന്നിലൂടെയാണ് അവർ പോയത്. അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ആ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. കോടതിയിൽ പോകാൻ അവസരം കൊടുത്തു. കോടതിയുടെ ജാമ്യ ഹർജി തീർപ്പാവട്ടെ എന്ന സമയം വരെ കാത്തുനിന്നു. ആര്? പോലീസ്. എങ്ങനെയാണ് കാത്തുനിന്നത്? പോലീസിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടാവും. പാർട്ടിയുടെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ കൃത്യമായ രൂപത്തിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ആ ഘട്ടത്തിലൊന്നും ചോദ്യം ചെയ്യാഞ്ഞത്. പിന്നെയോ കോടതി അവരുടെ ജാമ്യം തള്ളിയപ്പോൾ സ്വാഭാവികമായും ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം തള്ളിയ പിന്നെ ഹൈക്കോടതിയിൽ പോയാൽ ഇതിനേക്കാളും വലിയ അടി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ദിവ്യ കീഴടങ്ങേണ്ടി വന്നത്. കീഴടങ്ങി അറസ്റ്റ് ചെയ്തതല്ല. അതിൻ്റെ ജാമ്യ ഹർജിയുടെ പരിഗണിക്കുന്നത് തലേ ദിവസമാണ് SIT രൂപീകരിച്ചത്. ആരെ SIT രൂപീകരിച്ചത്? സിറ്റി പോലീസ് കമ്മീഷണറാണ്, ACP ആണ്. അതിൻ്റെ കേസ് അന്വേഷിച്ച് കലക്ടറെ പോലും ചോദ്യം ചെയ്യാൻ പോയ കണ്ണൂർ ടൗൺ CI ആണ്. ഇവരെ തന്നെയാണ് ഈ അന്വേഷണ ഏജൻസി. ആ അന്വേഷണ ഏജൻസി ഒരു മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, ദിവ്യയെ അറസ്റ്റ് നാടകം നടത്താൻ ACP തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ആരെയും കാണിക്കാതെ നിങ്ങളുടെ മാധ്യമപ്രവർത്തകന്മാരെ ഒരു തരത്തിൽ കുരങ്ങ് കളിപ്പിച്ചുകൊണ്ട് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ വിഡ്ഢികളാക്കിക്കൊണ്ട് ACP പത്രസമ്മേളനം നടത്തില്ല, പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ പത്രസമ്മേളനം നടത്തുക, ഇതാ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറയാം. എന്നിട്ട് വളരെ വളരെ രഹസ്യമായി അവരെ കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. എന്നിട്ട് പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് ഇദ്ദേഹം പറയുന്നു. എന്തേ സംരക്ഷിക്കാഞ്ഞത്? ഗോവിന്ദൻ മാഷ് അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ പിന്തുണ പറഞ്ഞു. പക്ഷേ ആ ജയിലിലേക്ക് പോയതാരാ? MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമല ടീച്ചറല്ലേ? CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവുമല്ലേ? സുകന്യ ടീച്ചർ, ജെയിംസ് മാത്യുവിന്റെ ഭാര്യ CPM കണ്ണൂർ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവല്ലേ? അതോടൊപ്പം CPM നേതാക്കന്മാരാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടെ പോയില്ലേ? ഞാൻ ചോദിക്കുന്നത്, ഈ ഇരയോടൊപ്പം നിങ്ങൾ വേട്ടക്കാരൻ്റെ ഒപ്പം ഓടുകയും നിൽക്കുകയും ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരൻ്റെ കൂടി ഓടുകയും ചെയ്യുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ആ ഘട്ടത്തിൽ ശ്യാമല ടീച്ചർക്ക് അവിടെ പോകാം. കാരണം എന്താ? സാജൻ പാറയിൽ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു ശ്യാമല ടീച്ചറുടെ ഈ ഇടപെടൽ മൂലം ആത്മഹത്യ ചെയ്തില്ല. ഈനാം വെച്ചിക്ക് മരപ്പെട്ടി കൂട്ടുക എന്ന് പറയുന്ന പോലെയല്ലേ അവിടെ ശ്യാമല ടീച്ചർ ദിവ്യയെ കാണാൻ ജയിലിൽ പോയത്? നിങ്ങൾ പാർട്ടി സംരക്ഷണം ഒരുക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, വിഡ്ഢികളൊന്നുമല്ല. അതിനുശേഷം ഇങ്ങോട്ട് ഈ SIT-യുടെ അന്വേഷണം എവിടെ എത്തി? ഇന്ന് കോടതിക്കകത്ത് പ്രോസിക്യൂഷന്റെ ഭാഗമായി പറഞ്ഞെന്താ? കലക്ടറുടെയും അതോടൊപ്പം പ്രശാന്തന്റെയും ഫോൺ പരിശോധിക്കണം എന്നാ പറഞ്ഞത്. പരിശോധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? അവരുടെ രഹസ്യമായ കാര്യങ്ങൾ പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് അവർ ഈ കേസിനകത്ത് പ്രതികളല്ല. അതുകൊണ്ട് അവർ സ്വകാര്യ
സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോസിക്യൂഷൻ ഇതിനെതിരായ നിലപാടല്ലേ സ്വീകരിച്ചത്? അപ്പൊ കലക്ടർ അതിനകത്ത് കൃത്യമായ റോളില്ലേ? ഈ പ്രശാന്തനുമായി ബന്ധപ്പെട്ട വിഷയം വ്യാജ പരാതി കൊടുത്തു, അങ്ങോട്ടുള്ള സമയത്ത് ഓരോന്നായി ചർച്ച ചെയ്തു പോവാം. പല വിഷയങ്ങളുണ്ട്. സാധിച്ചിട്ടുണ്ടോ? ശരി, മറ്റ് അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് താങ്കളിൽ നിന്ന് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ താങ്കൾ പറഞ്ഞു കുടുംബത്തോടൊപ്പമാണ്, നവീൻ ബാബുവിനൊപ്പമാണ് CPM സർക്കാരും എന്ന്. ശരി, ഇപ്പൊ നവീൻ ബാബുവിന്റെ ഭാര്യ നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഹർജിയിൽ നവീൻ ബാബുവിനൊപ്പമാണ്, ആ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെങ്കിൽ അനുകൂല സമീപനം സ്വീകരിക്കണ്ടേ? CBI അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഈ ഹർജിയിൽ അനുകൂല സമീപനം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിക്കുമോ? അല്ല അഭിലാഷ്, ഞാൻ വിചാരിക്കുന്നത് നിശ്ചയമായും സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ അനുകൂല സമീപനം തന്നെ സ്വീകരിക്കുമെന്നതാണ്. കാരണം ഈ ഘട്ടത്തിൽ അന്വേഷണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ അന്വേഷണം അതിൻ്റെ സുതാര്യമായ വഴികളിലൂടെ നീതിയുക്തവും നിഷ്പക്ഷവുമായി നടന്നുവരുന്നു. ആ നടന്നുവരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തികരമല്ല, ഇതുവരെ ലഭിച്ച തെളിവുകളുടെ സംരക്ഷണാർത്ഥം ശ്രീമതി മഞ്ജുഷ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയും അത് സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കോടതി ഇടപെട്ട് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലും ഹർജി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പോലീസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപാകതയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പരിഭവങ്ങളുണ്ട് എന്നുള്ളത് ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമെന്ന് അവരാഗ്രഹിക്കുകയും അവർ കരുതുകയും ചെയ്യുന്ന ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി എടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. നിയമപരവും രാഷ്ട്രീയപരവുമായ ഒരു തീരുമാനം എന്നുള്ള അർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ CBIയുടെ അന്വേഷണത്തെ എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അങ്ങനെ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ. നമുക്കറിയാം ചില കേസുകളിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയപ്പോൾ ആരൊക്കെ വന്നിട്ടാണ് CBI അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടി വാദിച്ചത്? അതിന് എത്ര പണം മുടക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഷുക്കൂറിന്റെ ഉമ്മ കോടതിയിൽ പോയപ്പോൾ ഇങ്ങനെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര കോടികൾ അല്ലെങ്കിൽ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് CBI അന്വേഷണം എന്ന വൈതരണി ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളതെന്ന്. സമാനമായ ഒരു അനുഭവം എന്തായാലും ഈ മഞ്ജുഷ എന്ന നിസ്വയായ സ്ത്രീക്ക് ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? സംസ്ഥാന സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ഇക്കാര്യത്തിൽ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുമായിരിക്കും. ഒന്നുകിൽ കോടതി ഉത്തരവ് വേണം, അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കണം. അങ്ങനെയാണല്ലോ CBI അന്വേഷണത്തിന്റെ നടപടിക്രമം. അപ്പോൾ CBI അന്വേഷണം ഉണ്ടാകണമെങ്കിൽ ഇവിടെ സർക്കാർ അനുകൂലമായ സമീപനം സ്വീകരിക്കണം. നിർബന്ധമൊന്നുമില്ല, എന്നാലും സ്വീകരിച്ചാൽ അത് ഗുണകരമാണ്. അത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? നിശ്ചയമായും അത് അങ്ങനെ ഒരു നിലപാട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എടുക്കാൻ പോകുന്നത്. അത്തരമൊരു നിലപാട് തന്നെയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. അതിൽ ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. കാരണം ഞങ്ങളുടെ നിലപാട്, ഞങ്ങളുടെ മനസ്സ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. അവരാഗ്രഹിക്കുന്ന ഏത് അന്വേഷണ ഏജൻസിയും ഏൽപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷവും സദാ സന്നദ്ധരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ശരി, ഓക്കെ. ശ്രീ KVS ഹരിദാസ്, ഇതിപ്പോൾ ഒരു അബറ്റ്മെന്റ് കേസാണ്, ഒരു ആത്മഹത്യാ പ്രേരണ കേസാണ്. CBI ഈ കേസ് ഏറ്റെടുക്കാൻ എത്രമാത്രം തൽപരരായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ വിഷയത്തിലൊരു CBI അന്വേഷണം അനിവാര്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല അഭിലാഷ്, ഇതിൽ CBI അന്വേഷണം വേണോ ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു മാർക്സിസ്റ്റ് കുടുംബം, ആ മാർക്സിസ്റ്റ് കുടുംബത്തിന് മാർക്സിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ തീരെ വിശ്വാസമില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു. ഒരു ഗതികേട് കൊണ്ടല്ലേ അവർ കോടതിയിൽ പോയത്? അവരുടെ നിലപാടുകൾ CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാരോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ പത്തനംതിട്ടയിലെ CPM നേതാക്കന്മാർ അവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്, അവരുടെ സഹയാത്രികരാണ്. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരുടെ വീടുകളിൽ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, ചരിത്രമാണ്. അതേ സമയത്ത് തന്നെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ പ്രതി എന്ന് പൊതുവെ കരുതപ്പെടുന്ന വ്യക്തിക്കൊപ്പം CPM അഴിഞ്ഞാടുന്നത്. അവരെ ജയിലിൽ നിന്ന് അവരിറങ്ങിയ സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന നേതാക്കന്മാരുടെ മഹത്വമൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, അവിടുത്തെ കണ്ണൂരെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പരസ്യമായിട്ട് ചില വേദികളിൽ ഈ കേസിൽ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതും നമ്മുടെ മുമ്പിലുണ്ട്.
പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കണ്ണൂർ ഇതിൻ്റെ കേസിലെ പ്രതിക്കൊപ്പം CPM നേതൃത്വം നിന്നാൽ ഈ കേസ് എവിടെ പോകുമെന്ന് CPM ഭരിക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ മുമ്പിൽ അത്തരം അനുഭവങ്ങൾ കുറേയുണ്ട്. അപ്പോൾ അവർ പരാതി, ഈ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ പരാതി പറയാഞ്ഞിട്ടല്ല, പരാതി പറഞ്ഞിട്ട് കേൾക്കാത്ത സാഹചര്യത്തിലാണ് അവർക്ക് അവസാനത്തെ ഉദ്യമത്തിന് അവരുടെ ഉദ്യമത്തിന് തയ്യാറായത്, ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികൻ സൂചിപ്പിച്ചതുപോലെ CPM ഹൈക്കോടതിയിൽ ഇവിടെ CBI അന്വേഷണത്തിന് സമ്മതിക്കും എന്നൊന്നും വിചാരിച്ചുകൂടാ, ചിന്തിച്ചുകൂടാ. അഭിലാഷ പറഞ്ഞത് തന്നെയാണ് കാരണം. പണ്ടൊക്കെ CPM സാധാരണ നേതാക്കന്മാർ പ്രതികളാകുന്ന സമയത്ത് പോലും കാസർഗോഡ് നടന്നിരുന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ കേസ് നമുക്കറിയാം, ഏതറ്റം വരെ CPM പോയി എന്നുള്ളത്. എത്ര കോടി രൂപ ഖജനാവിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിച്ചു എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിക്കക്കളിയില്ലാത്ത ഒരു സ്ഥിതിവിശേഷം CPM കൊണ്ട് ചെന്ന് എത്തിക്കും. അവരുടെ ഇരട്ടത്താപ്പ് എക്സ്പോസ് ചെയ്യപ്പോഴും അത് കോടതി മുറിയിൽ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. ശരി, ശ്രീ MK ഹരിദാസ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മഹത്യാ പ്രേരണ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് കൊലപാതകമാണോ എന്ന സംശയം കൂടി ഇപ്പോൾ മഞ്ജുഷ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൊലപാതകമാണോ ഹോമിസൈഡ് ആണോ എന്നുള്ള കാര്യം റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും ഈ ഹർജിയിലുള്ള ഒരു പരാമർശം ഇത് കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന കാര്യവും പരിശോധിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഇതൊരു ആത്മഹത്യാ കേസായിട്ടാണ് അന്വേഷിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ എല്ലാ ആംഗിളുകളും അന്വേഷിക്കണമല്ലോ. സംശയം തോന്നുക എന്നുള്ളത് സാധാരണമായ കാര്യമാണ്. അപ്പോൾ അത് പൂർണ്ണമായും അങ്ങനെ പരാതിക്കാർക്ക് 100% തൃപ്തി വരുന്ന വണ്ണമുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമല്ലേ അത് ഫൈനലാക്കാൻ കഴിയൂ? തീർച്ചയായിട്ടും ശ്രീ അഭിലാഷ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഈ കേസ് ഹൈക്കോടതി നേരിട്ടിട്ട് CBI ഏൽപ്പിക്കാനുള്ള സാധ്യത അങ്ങേയറ്റം വിരളമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് തീർച്ചയായിട്ടും ആദ്യം തന്നെ പറയുക, ഇത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പിക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിയായ CPM സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അഭിലാഷ് ഇവിടെ പറഞ്ഞതിന് ഒരു കാര്യം പറഞ്ഞില്ല. അതായത് ഭരണം കയ്യിലില്ലാഞ്ഞിട്ട് പോലും TP ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ ഗൂഢാലോചന കേസ് ഇന്നും ആ വിധവ ആ കേസിൻ്റെ ആ ഗൂഢാലോചന കേസ് എന്തായി എന്ന് ഗൂഢാലോചന എന്താണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ഓടി നടക്കുന്നൊരു കാഴ്ച ഈ കേരളത്തിൽ കാണും. ഭരണം അവരുടെ കയ്യിലല്ലാത്ത കാലത്ത് നടന്നൊരു കൊലപാതകമാണ്. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം മുതലക്കുട്ടികളെ നീന്താൻ പഠിപ്പിക്കേണ്ട. താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഷുക്കൂർ വധക്കേസ്, ഷുഹൈബ് വധക്കേസ്, ശരത്ലാലിൻ്റെയും പ്രിയേഷിൻ്റെയും വധക്കേസ്, ഉമ്മൻചാണ്ടി സോളാർ കേസ് വിടുതൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട കേസ്, കോടതി വിധികൾ CBI കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിനും CPM എന്ന് പറഞ്ഞ പാർട്ടിക്കും ദോഷകരമാകും എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ 5,16,00,000 രൂപ കൊടുത്ത് പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പറഞ്ഞ 4 കേസിന് ഫീസ് കൊടുത്ത് CPM ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഹൈക്കോടതിയിൽ ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് തീർച്ചയായിട്ടും ഈ മഞ്ജുഷയോടൊപ്പം നിന്ന് വാദിക്കുമെന്ന് പറയുന്ന അസ്കസാറിൻ്റെ മനോഭാവം എനിക്ക് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാരണവശാലും ഈ കേസ് CBI ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ കേരളത്തിലെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ പോകില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBI ഈ കേസ് അന്വേഷിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഞാൻ തുറന്നു പറയുകയാണ് ശ്രീ അഭിലാഷ്, ഇതൊരു കൊലപാതക കേസൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൊലപാതകമല്ല ഇത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മഞ്ജുഷ എന്ന് പറയുന്ന ഈ മരണപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ഇത് കൊലപാതകമല്ല എന്നുള്ള ബോധ്യം കൃത്യമായിട്ട് വരണമെങ്കിൽ അതിന് CBI അന്വേഷണം വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ സർക്കാർ വേണ്ടത് എന്താണെന്നറിയോ? തുറന്ന് നാളെ ഈ കോടതിയിൽ വീണ്ടും ഈ കേസ് വരുന്ന സമയത്ത് ഇത് CBI അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അത് കാണിക്കില്ല. കാരണം ഏതെങ്കിലും വിധത്തിലെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഈ SITയുടെ അന്വേഷണത്തിലെ ദിവ്യക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ വന്ന പാകപ്പിഴകൾ CBI മുൻപോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് പാർട്ടിക്കും അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ ഭരണത്തിനും അങ്ങേയറ്റം ദോഷം ചെയ്യും. ഒരു കാര്യം ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ശ്രീ അഭിലാഷ്. ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള തിരക്കഥ രചിച്ചുകൊണ്ടാണ് ഈ മരണം നടന്ന പിറ്റേ ദിവസം രാവിലെ മുതൽ ഇന്ന് വരെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി
പാർട്ടിയും സംസ്ഥാന സർക്കാരും മുൻപോട്ട് പോയിരിക്കുന്നത്. പത്തനംതിട്ട പാർട്ടി ഈ മരണപ്പെട്ട നവീൻ ബാബുവിനോടൊപ്പമാണ്. അതേസമയത്ത് കണ്ണൂർ പാർട്ടി ദിവ്യയോടൊപ്പമാണ്. കണ്ണൂർ പാർട്ടിയിലെ സഖാക്കൾ പറയുന്നത് ആരെപ്പോൾ നിഷേധിക്കണം, ആ നിഷേധിച്ചതിനെ ആര് ചുവട് പിടിച്ച് സംസാരിക്കണം, ഇതൊക്കെ ഇവർ നടത്തുന്ന കൃത്യമായിട്ട് തിരക്കഥയൊരുക്കിയിട്ടുള്ള ഒരു നാടകമാണെന്ന് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഇപ്പം നാളെ ഈ കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട മഞ്ജുഷ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ പത്തനംതിട്ട പാർട്ടിയും ഒന്നാകും, കണ്ണൂർ പാർട്ടിയും ഒന്നാകും. 4 ദിവസം മുമ്പ് MV ജയരാജൻ EMS പറഞ്ഞില്ലേ, നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന അത്തരത്തിലൊരു ഭാഷാ പ്രയോഗത്തിലൂടെ ഈ പാവപ്പെട്ട മരിച്ചുപോയ നവീൻ ബാബുവിനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതെന്താണ്? കൈക്കൂലി വാങ്ങിയെന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ഇതിലൊക്കെ അരിഭക്ഷണം കഴിക്കുന്ന നമ്മൾക്കറിയില്ല എന്താണ് ഇവരുടെ മനോഭാവമെന്ന്. ആ മനോഭാവത്തിൽ ഇവർ തീർച്ചയായിട്ടും ഈ ഹൈക്കോടതിയിൽ ഈ അന്വേഷണത്തെ എതിർക്കും. ഒന്നാമത് എൻ്റെ കാഴ്ചപ്പാടിലും ഞാൻ ഇന്ന് കുറച്ച് അഭിഭാഷകരായിട്ട് സംസാരിച്ചതിലും നേരിട്ട് ഈ കേസ് CBI ഏൽപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീ. ശരി, ഓക്കെ. ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിക്കാത്ത ഒരു ആംഗിൾ ഇന്നിപ്പോൾ മഞ്ജുഷ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണോ എന്നുള്ളത് കൂടി പരിശോധിക്കണം എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം ബന്ധുക്കൾ, മഞ്ജുഷ അടക്കമുള്ള ആളുകൾ എത്തുന്നതിന് മുൻപ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. ബന്ധുക്കളുടെ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഉറപ്പാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. പക്ഷേ അതുകൊണ്ട് മാത്രം ഇതൊരു ഹോമിസൈഡ് ആവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന് മറ്റ് തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള വൈദ്യശാസ്ത്രപരമായ തെളിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട് താനും. ഒരാൾ തൂങ്ങി മരിച്ചതാണോ അതോ തൂക്കി കൊന്നതാണോ, കൊന്നതിന് ശേഷം കെട്ടിത്തൂക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ ഒരു വശം കൂടി സമഗ്രമായി അന്വേഷിക്കപ്പെടണം എന്ന് തോന്നുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, ഇത് കണ്ണൂരിലെ CPM ആണ്. ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ബേസിൽ ജോസഫിൻ്റെ സൂക്ഷ്മദർശിനി എന്ന സിനിമയുണ്ട്. അതിൽ ക്ലൈമാക്സിൽ വളരെ സൂപ്പറായ ഒരു ട്വിസ്റ്റാണ്. ആ ട്വിസ്റ്റ് പോലെയാണ് ചിലപ്പോൾ CPM ആയതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യ ചിലപ്പോൾ കൊലപാതകമാവും. പല സംഭവങ്ങളും കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്കും അറിയാം. അവരെ പാർട്ടിയെക്കുറിച്ച് നന്നായി അറിയുന്നവർ ആളായതുകൊണ്ട് ഇതൊക്കെ അവർ വിശ്വസിക്കും. കാരണം ഭീഷണിപ്പെടുത്തിയിട്ടാണല്ലോ അന്ന് ദിവ്യ പോയത്. ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അവിടെ ട്രെയിനിന് പോകുന്നതിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയത് മുനീശ്വരൻ കോവിലിൻ്റെ അടുത്താണ്. പിന്നെ അദ്ദേഹം എങ്ങനെ പോയി, എവിടെ പോയി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയോ അത് നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ക്വാർട്ടേഴ്സിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരമില്ല. അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ അവിടെ ആദ്യം എത്തി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പ് പോലും അവിടെ നിന്ന് മാറ്റിയോ എന്ന് ഞങ്ങളൊക്കെ സംശയിക്കുകയാണ്. കാരണം അന്ന് ആ സമയത്ത് സ്പോട്ടിലെത്തിയ ഞങ്ങളുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകന്മാരെ ആരെയും അവിടെ പോലീസ് കയറ്റിയിട്ടില്ല. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഇവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബന്ധുക്കളുടെ ഒരു സാന്നിധ്യം ഇല്ലാതെയാണ് ഇതൊക്കെ തിടുക്കത്തിൽ നടത്തിയെന്ന് മാത്രമല്ല കണ്ണൂർ കലക്ടർ തന്നെ അതിനകത്ത് വളരെ കൃത്യമായ പ്രതിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അയാളുടെ ഇടപെടൽ. കലക്ടർ എന്താ പറഞ്ഞത്? അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ലാൻഡ് റവന്യൂ കമ്മീഷണർ വന്ന് തെളിവെടുത്തപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം കൈക്കൂലിക്കാരനല്ല, പക്ഷേ ചേംബറിൽ വന്ന് എന്നോട് കുറ്റസമ്മതം നടത്തിയെന്ന് വീണ്ടും പറയുന്നു. അതാരെ സംരക്ഷിക്കാനാണ്? അപ്പോൾ കലക്ടർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ പ്രശാന്തിൻ്റെ വന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല. കൈക്കൂലി ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രശാന്തിനെതിരെ കേസെടുത്തോ? പോലീസ് എടുത്തിട്ടില്ലല്ലോ. ആന്താ പ്രശാന്തിന് പ്രത്യേക ഇമ്മ്യൂണിറ്റി സഖാവായതുകൊണ്ടാണോ? ഈ നാട്ടിലെ നാട്ടിൽ നടപ്പാക്കുന്ന നിയമം പ്രശാന്തിന് മാത്രം എന്താണ് വ്യത്യസ്തമായി കൊടുക്കുന്നത്? അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഗൂഢാലോചനയാണ്. ഇത് കേവലം ദിവ്യ മാത്രമല്ല, ഇതിൻ്റെ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നാൾവഴികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇതിൻ്റെ അനുമതിയുമായി പരിശോധിക്കുമ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ പിറകിൽ കൃത്യമായ ഇടപെടലുണ്ട്. അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണത്തിലേക്ക് അവരെത്തിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM കുടുംബമാണ്. അവർക്ക് ഈ പാർട്ടിയിലും ഈ സർക്കാരിനും വിശ്വാസമില്ല. അവർക്ക് CBIയിലാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന് ഈ CPMനെ അറിഞ്ഞതുപോലെ ഈ നാട്ടിൽ ആളുകളെ കൊന്നാൽ പലതരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിന് നീതി കിട്ടണം, അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം. ഇവരിൽ നിന്ന് നീതി കിട്ടില്ല. കാരണം ഇവർ നരഭോജികളായ നേതൃത്വമാണ് കണ്ണൂരിൽ എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അത്തരത്തിലൊക്കെ നിലപാടിലേക്ക് എത്തിയതെന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സംശയിക്കുന്നതിനകത്ത് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല. കാരണം പല കേസുകളുടെയും യാഥാർത്ഥ്യ ചുരുളഞ്ഞു വരുമ്പോൾ CPM പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്നുള്ളത് നമ്മൾ വസ്തുതയാണ്. ശരി, ശ്രീ BN ഹസ്കർ, ഇതൊരു ഹോമിസൈഡൽ ഹാങ്ങിങ് ആണോ, കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നതുകൂടി അന്വേഷിക്കണം. ഈ ഫെയർവെൽ ഫംഗ്ഷന് ശേഷം ആരെയൊക്കെ നവീൻ ബാബു കണ്ടിട്ടുണ്ട്, ആരൊക്കെ നവീൻ ബാബുവിനെ കണ്ടിട്ടുണ്ട്, ഇതും അന്വേഷിക്കണം എന്ന് പറയുകയാണ്
ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുന്നതിലും ആ തെളിവുകൾ സൂക്ഷിക്കുന്നതിലും അന്വേഷണ സംഘം പരാജയമാണ്. SIT ഇക്കാര്യത്തിൽ ബദ്ധശ്രദ്ധരല്ല എന്നുകൂടി ഹർജിക്കാരി പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് മുകളിലും വലിയ ഉത്തരവാദിത്വം വന്നു ചേരുകയാണ്. എന്താണ് ഇതിന്റെ നെല്ലും പതിരുമെന്ന് സമൂഹത്തോടു കൂടി അറിയിക്കാനുള്ള വലിയ ബാധ്യത. അഭിലാഷൻ, നിശ്ചയമായും ഈ സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും CPIM-നും ഇതൊരു ബാധ്യത തന്നെയാണ്. കാരണം ഇതിൻ്റെ നിജസ്ഥിതി ജനങ്ങളോട് ബോധ്യപ്പെടുത്തുക, സംവദിക്കുക എന്ന ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. നിങ്ങൾ ഈ കേസിൻ്റെ നാൾവഴികൾ കൂടി പരിശോധിക്കണം. നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഈ കേസിൻ്റെ തുടക്കത്തിൽ ആത്മഹത്യയാണോ അതല്ല ഇനി അതൊരു കൊലപാതകമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ ആ കേസിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഒരു കൊലപാതകവും ആത്മഹത്യയും വേർതിരിച്ചറിയുന്നതിനാവശ്യമായിട്ടുള്ള വൈഭവജ്ഞാനം ആ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർക്കുണ്ടെന്നും അങ്ങനെ ഫോറൻസിക് സയൻസിൻ്റെ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതൊരു ആത്മഹത്യയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളതും അതിൻ്റെ രീതിയിൽ ഈ അന്വേഷണം നടത്തിയിട്ടുള്ളതും. അപ്പോൾ ആത്മഹത്യ ആണ് എന്നുള്ളതിന് അസന്നിഗ്ധമായി ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ശാസ്ത്രീയമായി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുതകളെ മറച്ചുവെച്ച് പുകമറകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും കണ്ണൂരായതുകൊണ്ട് എന്തും നടക്കും എന്നുള്ളതും ആരെയും കൊന്നുകളയും എന്നുള്ളത് പുതിയ നറേറ്റീവിലേക്ക് ഈ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. അതവിടെ നിൽക്കട്ടെ. 2, ഈ കേസിൻ്റെ നാൾവഴികളിൽ നിങ്ങൾ പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ്? ആദ്യം ഈ കേസിൽ സഖാവ് ദിവ്യയെ പ്രതിയാക്കപ്പെടില്ല എന്നുള്ള തരത്തിലായിരുന്നു ആദ്യത്തെ ആ പ്രഹരം നിങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നത്. രണ്ടാമതോ ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടി അവരെ തുടരാൻ അനുവദിക്കും, അവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ആ ആഗ്രഹവും വൃഥാവിലായി. അതിനെ തുടർന്ന് അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്നും മുൻകൂർ ജാമ്യം ലഭിച്ച് അവർ നിയമത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് നടന്നു പോകുമെന്ന് നിങ്ങൾ കരുതി. അതും തെറ്റിയിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് തെറ്റി. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അവരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അനിതര സാധാരണമായിട്ടുള്ള ഒരു സംഘടനാ നടപടിയാണ്. പാർട്ടി സമ്മേളന കാലയളവിലാണ് ഇത് എടുത്തിട്ടുള്ളതെന്ന് കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടി നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും എല്ലാം വൃഥാവിലായപ്പോൾ ഇപ്പോൾ CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ എതിർക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഏതൊരു യുക്തിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചാലും ഈ CBI അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എതിർക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കും. അതാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് സംസ്ഥാന സർക്കാരിന് ചെയ്യാനുള്ളത്, CPIM-ന് ചെയ്യാനുള്ളത് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ ഹർജിയെ എതിർക്കുക എന്നുള്ളതിനപ്പുറം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെയുമുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് CBI അന്വേഷണത്തെ എതിർക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം സംസ്ഥാന പോലീസിന്റെ അധികാര പരിധിയിൽ നിന്ന് സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് CBI നടത്തുന്ന ഇടപെടലുകൾ പലപ്പോഴും അന്വേഷണ വഴികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എതിർത്തിട്ടുള്ളത്. എല്ലാ കേസിലും അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ സോളാർ പരാതിക്കാരിക്ക് ഒരു പരാതി വന്നപ്പോൾ ആ കേസ് CBI-ക്ക് വിടാൻ ഈ പറയുന്ന CBI-യോടുള്ള പ്രത്യയശാസ്ത്രപരമായ എതിർപ്പൊന്നും തടസ്സമായി വന്നിട്ടില്ല. ശ്രീ അഭിലാഷ്, ഒറ്റ ചോദ്യം. ശ്രീ ഹസ്കർ തടസ്സപ്പെടുന്നില്ല താങ്കളെ. ഇന്ന് പ്രോസിക്യൂഷൻ ഒരു സെക്കൻഡ് നിങ്ങൾ പറഞ്ഞു CBI അന്വേഷിക്കാൻ തടസ്സപ്പെടുന്നില്ല. എന്തിനാണ് ഇന്ന് പ്രോസിക്യൂഷൻ കലക്ടറുടെയും പ്രശാന്തന്റെയും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് എന്തിനാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്? അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ്, അവർ പ്രതികളല്ല എന്തിനാണ് എന്നുള്ളത് സർക്കാരിന്റെ ഭാഗമായി പ്രോസിക്യൂഷൻ എന്തിനാണ് കോടതിയിൽ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് അതിന് എതിർക്കാൻ പോയത്? എന്തുകൊണ്ടാണ് കലക്ടർ ഫോൺ പരിശോധിച്ചത്? എന്താ? എന്തുകൊണ്ടാണ് പ്രശാന്തന്റെ ഫോൺ പരിശോധിച്ചത്? എന്താ പ്രശ്നം? അപ്പോൾ നിങ്ങൾക്ക് കള്ളക്കടിയില്ലേ? പ്രോസിക്യൂഷൻ പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ടല്ല പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ പറ. ശരി, എനിക്കൊരു ഇടവേള എടുക്കേണ്ട സമയം. അസ്കർ പ്രതികരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ശരി, ഞാൻ റിജിൽ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. കാരണം ഒരു കേസിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് പ്രാഥമിക പാഠം പോലും അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങ് ഇത്തരത്തിൽ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കേസിലെ സാക്ഷികളുടെ ഫോൺ അത് പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഏതെങ്കിലും ഒരു കേസിൻ്റെ ഒരു ഉദാഹരണം അങ്ങേക്ക് പറയാം. പ്രതിയാണ്, പ്രശാന്തനെ പ്രതിയാക്കിയില്ല, നിങ്ങൾ പ്രശാന്തനെ സാക്ഷിയാക്കി. അതാ തെറ്റ്. ആ തർക്കത്തിലേക്ക് വരാം. പ്രശാന്തൻ പ്രതിയോ സാക്ഷിയോ എന്ന തർക്കത്തിലേക്ക് വരാം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഇപ്പോ ഉന്നയിക്കപ്പെട്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് പ്രശാന്തൻ പ്രതിയല്ല എന്ന ചോദ്യം കൂടി ഉയർന്നു വന്നു.
15-ാം തീയതി തന്നെ ഈ മഞ്ജുഷയുടെ സഹോദരൻ കണ്ണൂരിലെത്തിയപ്പോൾ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം വേണം എന്നൊരു പരാതി നൽകിയിരുന്നു, അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ നാൾവഴികൾ അറിയാം. ഒരു കൈക്കൂലി പരാതി വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന പ്രബലമായ ആരോപണം അവിടെ നിൽക്കുന്നു. തുടർന്ന് എങ്ങനെ ഈ പമ്പ്, ഇതിൻ്റെ വേറെ ബോർഡ്സ് എന്ത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അന്വേഷണം ഇത് ഒരു പ്രസംഗത്തെ തുടർന്നുണ്ടായ മനക്ഷോഭത്തിലുള്ള ആത്മഹത്യ എന്ന മട്ടിൽ മാത്രം ചുരുങ്ങുന്നതിന്റെ പ്രശ്നം കൂടി ഈ സംശയങ്ങൾക്ക് പിന്നിൽ ഉണ്ടാകില്ലേ? അല്ല അഭിലാഷേ, ഇവിടെ ഇപ്പോൾ ഇതൊരു കൊലപാതകമാണോ അല്ലയോ എന്നതാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ള സംശയം. അതിപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉന്നയിച്ചു കഴിഞ്ഞു. നവീൻ ബാബുവിൻ്റെ ഭാര്യ മാത്രമല്ല, മുഴുവൻ കേരളത്തിലെ ജനതയുടെയും മനസ്സിൽ ഇത് ആദ്യത്തെ ദിവസം മുതലുണ്ട്. നമ്മളതിൻ്റെ നാൾ വഴികളിലേക്ക് പോകണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടുന്ന് ദിവ്യ ഇറങ്ങിപ്പോയതിന് ശേഷം ഈ നവീൻ ബാബു എത്ര മനസ്സിന് വിഷമത്തോടു കൂടിയിട്ടാണ് പുറത്തേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ ആ വീഡിയോ ക്ലിപ്പിങ്സിൽ മുഴുവനുണ്ട്. അത് വീഡിയോ എടുക്കാൻ ഈ പറയുന്ന CPM നേതാവ് തന്നെ ആളെ കൊണ്ടുവന്ന് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുകയുണ്ടായത് അപമാനിക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ്, ഈ ADMൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലീൻ റെക്കോർഡാണ്, സത്യസന്ധനാണ് എന്ന് ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിലുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി കളക്ട്രേറ്റിൽ നിന്ന് ഇറങ്ങി രാത്രി പുലർച്ചയ്ക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ വേണ്ടയോ? അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംശയം തോന്നിയാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹം വിളിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് അന്ന് രാത്രി. ഈ പ്രയാസങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിനൊക്കെ ശേഷം നാട്ടിലേക്ക് പുറപ്പെടേണ്ട ദിവസം സൂയിസൈഡ് ചെയ്തു എന്ന് വന്നാൽ ഇത് കണ്ണൂരായതുകൊണ്ടാണ് നമുക്ക് സംശയം വർദ്ധിക്കുന്നത്. കണ്ണൂരായതുകൊണ്ടാണ്, ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് സംശയം വർദ്ധിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റേ പോലീസുകാരുടെ നടപടികളൊക്കെ ഇവരുടെ ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് തീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു തിടുക്കം കാണിച്ചു എന്നതും നമ്മൾ ആ പരാതിയിലുണ്ട്, ഹൈക്കോടതിയിൽ കൊടുത്ത പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ പോലീസിനെയും CPMനെയും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. ആ സംശയം ദൂരീകരിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികരായിട്ടുള്ള ഈ ADMൻ്റെ കുടുംബക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് CPMന് കഴിയാതെ പോയത്? അത് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയണ്ടേ നേരത്തെ? പിന്നെ കളക്ടറുടെ റോള് ഞാനും സംശയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സ്വഭാവവും ചലനങ്ങളും ഒക്കെ ആർക്കൊക്കെയോ സംശയത്തിന് വക നൽകിയിട്ടുണ്ട്. നമ്മൾ ആദ്യാവസാനം ഈ ചാനലുകളിൽ കാണുന്നതാണ്. പക്ഷേ സംശയത്തിന് ഇടം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷിക്കപ്പെടണം. ഇവിടെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ, കേരളത്തിന് പുറത്ത് CBI എന്ന് കേട്ടാൽ കലി തുള്ളുന്ന കോൺഗ്രസ്സുകാർക്കും CPMക്കാർക്കും ഇപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നത്തിൽ CBI അന്വേഷണം ആകാം എന്ന് വരുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് കാണണം. കോടതിയും ആ നിലയിൽ ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, അവിടെ ശ്രീ MK ഹരിദാസ്, ഇവിടെ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംശയമുണ്ടല്ലോ, കോടതി ഈ കേസ് CBIക്ക് വിടുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ മഞ്ജുഷ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, ആരോപണ വിധേയ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ്, അവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പോലും അവർക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ, അവരെ അനുകൂലിച്ച് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരുന്ന നേതാവാണ് എന്നിരിക്കെ ഇവിടെ പൂർണ്ണമായും എല്ലാ വിഷയങ്ങളും അന്വേഷിക്കുമോ? പ്രത്യേകിച്ച് ഹോമിസൈഡ് അടക്കം ആരോപണ വിധേയമാകുമ്പോൾ, ഞാനത് വസ്തുതയാണ് എന്ന അഭിപ്രായക്കാരനൊന്നുമല്ല, പക്ഷേ സംശയം ആർക്കും മനസ്സിൽ തോന്നാമല്ലോ. മഞ്ജുഷയ്ക്ക് സംശയമുണ്ട്. ഇങ്ങനെ പലതരത്തിൽ പല വശങ്ങളിൽ സംശയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇത് പൂർണ്ണമായും സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കട്ടെ എന്നൊരു നിഗമനത്തിലേക്കും എത്താമല്ലോ. അതിനുള്ള സ്കോപ്പില്ലേ അവിടെ? സ്കോപ്പിന് കുറവില്ല. പക്ഷെ നമ്മുടെ കോടതിയുടെ ചില മുൻകാല ചരിത്രങ്ങളും മുൻകാല കാഴ്ചപ്പാടുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോടതിയെ കൊണ്ട് ഇത് ചെയ്യിക്കേണ്ട ചുമതല ആർക്കാണ്? സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രസ്സിങ് വരണം. അതായത് ഇത് CBI അന്വേഷിക്കുകയാണ് നല്ലത്. ഇപ്പോൾ സിദ്ധാർത്ഥൻ വധക്കേസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് CBIക്ക് വിട്ടത്?
അതുപോലെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെയും മഞ്ജുഷ ഉന്നയിച്ച ആരോപണങ്ങളുടെയും ചുറ്റുപാടിൽ എന്തു വേണം? ഇത് CBI അന്വേഷിക്കണമെന്ന് ആര് പറയണം? സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയണം. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നത് 10% മാത്രമാണ്. കാരണം ഇപ്പോൾ SITയുടെ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് ഈ കേസ് തൽക്കാലം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാം. അത് കോടതിയുടെ നിരീക്ഷണത്തിലാവാം, അതായത് ഹൈക്കോടതിയല്ല, കണ്ണൂരിലെ ജില്ലാ കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെങ്കിൽ നടത്താമെന്നൊക്കെയുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വാദം ഒരുപക്ഷെ ഹൈക്കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഇത് ക്രൈംബ്രാഞ്ചിലേക്ക് വിടും. ക്രൈംബ്രാഞ്ചിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇപ്പോഴത്തെ SITയെ നിയന്ത്രിക്കുന്ന അതേ ആഭ്യന്തര വകുപ്പിൻ്റെ കൈകൾ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളതുകൊണ്ടും നിലവിൽ ആവശ്യമായ ഒട്ടുമിക്ക തെളിവുകളും ഇതിനോടകം തന്നെ മാഞ്ഞ് തേച്ചു പോയി എന്നുള്ളതുകൊണ്ടും അവിടെ പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കണ്ണൂരിലെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ഇദ്ദേഹം ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത് എവിടെ? അവിടെ ഈ പോലീസ് എത്തുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പും ഈ ആത്മഹത്യാക്കുറിപ്പ് അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ടോ? എവിടെ നിന്നാണ് ഈ കയർ? ഇദ്ദേഹം ഒരാഴ്ച മുമ്പ് ദിവ്യ തൻ്റെ യാത്രയപ്പ് യോഗത്തിൽ വന്നിട്ട് ഇത്തരത്തിലൊരു പ്രസംഗം നടത്തും, അപ്പോഴെനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയർ വാങ്ങിയിട്ട് വീട്ടിലൊന്നും സൂക്ഷിക്കില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം ഈ കയർ വാങ്ങിയത് എവിടെ നിന്നാണെന്ന് ഈ SIT ഇതുവരേക്ക് കണ്ടെത്തിയിട്ടില്ല. ഈ കയർ എവിടെ നിന്ന് ലഭിച്ചു? ഈ ആത്മഹത്യ ചെയ്യാനുള്ള കയർ ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ആത്മഹത്യാക്കുറിപ്പ് ആരാണ് അവിടെ നിന്ന് മാറ്റിയത്? യഥാർത്ഥ അന്വേഷണ സംഘം വരുന്നതിന് മുമ്പോ ഇവരുടെ കുടുംബാംഗങ്ങൾ വരുന്നതിന് മുമ്പോ അവിടെ നിന്ന് ആരും മാറ്റി? അതുപോലെ തന്നെ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഈ പരിചിതനായ പ്രശാന്ത് എന്നാണ് പറയുന്നത്, പരിചയക്കാരനായ പ്രശാന്ത് എന്നോട് വന്നിട്ട് പരാതിപ്പെട്ടു, ഇത്തരത്തിൽ പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് ADM വൈകിക്കുകയാണ്. ഇത്തരത്തിലൊരു പരിചയക്കാരൻ വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇത്തരത്തിലൊരു പെട്രോൾ പമ്പിൻ്റെ ലൈസൻസ് വൈകിപ്പിക്കുന്നതിന് ഇത്രയേറെ പ്രകോപിതയാകാൻ ദിവ്യയ്ക്കുണ്ടായ കാരണം എന്താണ്? അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ പെട്രോൾ പമ്പ്? ആരുടേതാണ് ഈ പെട്രോൾ പമ്പ്? ദിവ്യയ്ക്കും ദിവ്യയുടെ ഭർത്താവിനും ഈ പെട്രോൾ പമ്പിലുള്ള പങ്ക് എന്താണ്? അല്ലെങ്കിൽ കണ്ണൂരിലെ CPMൻ്റെ പ്രമുഖരായ ആരാണ് ഈ പെട്രോൾ പമ്പിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ? എന്നോട് അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ CBIയുടെ അന്വേഷണത്തിലൂടെ ഒരുപക്ഷെ കൊലപാതകമല്ല എന്ന് തെളിഞ്ഞാൽ പോലും പുറത്തു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാനക്കേടാർക്കാണ്? CPM എന്ന് പറയുന്ന പാർട്ടിക്കാണ്, കേരളം ഭരിക്കുന്ന സർക്കാരിനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നഖശികാന്തം ഈ കേസ് CBI അന്വേഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലെ സർക്കാർ വാദിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശ്രീ അഭിലാഷ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു ദീർഘകാലം ഈ പാർട്ടി, അതായത് ഇവിടുത്തെ സർക്കാർ ദിവ്യയെ അകത്തിട്ടു. എൻ്റെ ശ്രീ അസ്കർ 11 ദിവസമാണ്. ഈ 11 ദിവസത്തിനപ്പുറം ദിവ്യ, ഞാൻ ചാലഞ്ച് ചെയ്യാണ് താങ്കളോട്, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കേസിൻ്റെ അന്തിമ വിധി സുപ്രീം കോടതിയിൽ നിന്നോ വരുന്ന കാലഘട്ടത്തിൽ ഈ 11 ദിവസത്തിനപ്പുറം ഒരു ദിവസം പോലും ഈ ദിവ്യയ്ക്ക് ജയിൽ ശിക്ഷ ഈ വിഷയത്തിൽ അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടുന്ന തെളിവുകളെല്ലാം തന്നെ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ്. നമുക്ക് മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടെങ്കിലും മഞ്ജുഷയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നമ്മളിലൂടെ ചപ്പറയിൽ കോടതിയിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷെ അത് സംഭവിക്കുമോ എന്നുള്ളത് വളരെയധികം സംശയത്തോടു കൂടി കാണുന്ന കേരളത്തിലൊരു നികുതിദായകനാണ് ഞാൻ. കാരണം ഇവർ ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ നിന്നും ഇറക്കാൻ പോകുന്നത് ഈ അസ്കറിനെ ഒന്നല്ല കേസ് ഏൽപ്പിക്കാൻ പോകുന്നത്. കോടികൾ പ്രതിഫലം വാങ്ങുന്നവർ വന്ന് ഈ കേസ് CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടൊരു വാദമുഖം നിരത്തി കഴിഞ്ഞാൽ നമ്മുടെ കോടതിയിൽ നിന്ന് അത്തരത്തിലൊരു തീരുമാനം വരികയാണെങ്കിൽ അത് CPM എന്ന് പറയുന്ന പാർട്ടി 35 വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീ നവീൻ ബാബുവിൻ്റെ അമ്മ എന്ന് പറയുന്നു. അത്തരത്തിലുള്ളൊരു പാർട്ടി കുടുംബത്തോട് ചെയ്യുന്ന ഈ മനുഷ്യനോട്, ഈ പാവപ്പെട്ട മനുഷ്യനോട് സത്യസന്ധനായി പോയി എന്നതുകൊണ്ട് മാത്രമാണ് ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യയോടും 2 മക്കളോടും ചെയ്യുന്ന അങ്ങേയറ്റം അനീതിയായി പോകുമെന്നാണ് ശ്രീ അഭിലാഷ് എനിക്ക് പറയാൻ. ശരി, അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്. ശ്രീ അസ്കർ, ഇപ്പോൾ കോടതിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. അതിനപ്പുറത്ത് നമ്മുടെ തന്നെ ചില അനുഭവങ്ങളുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ എന്ത് സമീപനമാണ് CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളത്, ആരൊക്കെയാണ് വാദിക്കാൻ വന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ പത്തനംതിട്ടയിലെ CPM മുതൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ ആ വീട്ടിൽ ചെന്ന് അനുഭാവം പ്രകടിപ്പിച്ച് കൂടെയുണ്ട് എന്ന് ഉറപ്പ് കൊടുത്ത നിലയിൽ നാളെ ദിവ്യയ്ക്ക് വേണ്ടി
ലക്ഷങ്ങൾ ഒരു സിറ്റിംഗിന് വാങ്ങുന്ന അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങില്ല എന്ന ഉറപ്പുകൂടി CPM കൊടുക്കേണ്ടി വരില്ലേ? അഭിലാഷ്, ഇതിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഒരു കുറ്റാരോപിത എന്ന നിലയിൽ ദിവ്യ അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹികവും അതുപോലെ നിയമപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടി നാം ഇക്കാര്യത്തിൽ കാണണം. നിങ്ങൾ ദിവ്യ ഇപ്പോൾ കുറ്റാരോപിതയാണ്. കാര്യം താൻ പറഞ്ഞുപോയ വാക്കുകൾ കൊണ്ട് മുറിവേറ്റൊരു മനുഷ്യൻ ആത്മഹത്യ കൊണ്ട് വായ്ക്കരിയിടപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ആ തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞതിൻ്റെ വാക്കുകൾ മൂലം ഒരു മനുഷ്യന് മുറിവേറ്റ് മരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് ദൃശ്യങ്ങളോളം നമ്മുടെ മുന്നിൽ തെളിവുകളായി നിലവിലുണ്ട്. അതുകൊണ്ട് 11 ദിവസക്കാലം സുദീർഘമല്ല എന്ന അർത്ഥത്തിൽ ജയിൽവാസത്തെ അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ഒരു വ്യക്തി തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരു മകളെന്ന നിലയിൽ, തൻ്റെ പ്രായപൂർത്തിയായ മകളെ സംരക്ഷിക്കേണ്ട അമ്മയെന്ന നിലയിൽ, ഭർത്താവിനെയും ബന്ധുക്കളെയും സംരക്ഷിക്കേണ്ട ഒരു ഭാര്യ എന്ന നിലയിൽ ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകളെ നിങ്ങൾ ഒരു തരത്തിലും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഒരു വാക്കുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്ക് പറഞ്ഞു പോയതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയുടെ കുറ്റാരോപിത എന്ന നിലയിൽ നിയമത്തിന് മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അവർക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. അവരുടെ നീതിയെ സംബന്ധിച്ച് പോലും നമുക്ക് ഒരിടത്ത് പോലും നിങ്ങൾ ഒരു വാദമുഖങ്ങളും ഉന്നയിക്കുന്നില്ല. പകരം അവരേതോ ഗൂഢാലോചന നടത്തി, അവരേതോ പെട്രോൾ പമ്പ് നടത്തി, നാളിതുവരെ ഏതെങ്കിലും ഒരു തെളിവ് ഈ പ്രോപ്പർ ചാനലെന്നോ അതല്ലെങ്കിൽ പ്രതിപക്ഷമെന്ന് പറയുന്ന ആളുകൾക്കോ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ കറപുരണ്ട കൈകളായിരുന്നു ദിവ്യയുടേതെന്ന് തെളിയിക്കുന്ന ഒരു തെളിവിന്റെ കണികയെങ്കിലും സമൂഹത്തിന് മുന്നാകെ വെക്കാൻ കഴിയും. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറം ഏതെങ്കിലും ഒരു തെളിവ് ഇതുവരെ ഉന്നയിക്കാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. നവീൻ ബാബുവിന്റെ കൈകൾ അഴിമതിയുടെ കറപുരണ്ടതാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഒരു ഘട്ടത്തിലും CPM-ഓ കേരളത്തിലെ ഇടതുപക്ഷമോ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പോലെ സത്യസന്ധനും നീതിമാനുമായ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് കടുത്ത നിലപാട്. ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. MV ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. വലിയൊരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നു നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന്. അങ്ങനെ ജയരാജൻ പറയാൻ പാടില്ലായിരുന്നു. ഒരു സാധാരണ CPM പ്രവർത്തകൻ പറയട്ടെ. തന്നെ പരിശോധിക്കണം. പറയൂ ശ്രീ പറയൂ. അങ്ങനെയല്ല, നിങ്ങൾ സഖാവ് MV ജയരാജന്റെ വാക്കുകളെ വസ്തുതകളായി തന്നെ പരിശോധിക്കണം. പകരം അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ചില ഭാഗങ്ങൾ മാത്രം അടയാളപ്പെടുത്തി ഒരു സമൂഹം, നമുക്കിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അമ്മയെ കൊന്നാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ കൃത്യമായി ഇക്കാര്യത്തിൽ രണ്ട് നിലപാടുകളുള്ള മനുഷ്യരുണ്ട്. അദ്ദേഹം അഴിമതിക്കാരനല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലും സംസ്ഥാന പോലീസിനുണ്ട്. ആ സംസ്ഥാന പോലീസ് ഇത് അന്വേഷിച്ച് അദ്ദേഹം അഴിമതിക്കാരനല്ലെന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാവണം ആ കുറ്റപത്രം കോടതി മുമ്പാകെ ഹാജരാക്കുമ്പോൾ ഉണ്ടാക്കേണ്ടത്. അദ്ദേഹം അഴിമതിക്കാരനെന്നുള്ള ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. കറകളഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകിയത് കേരളത്തിലെ രണ്ടാമത്തെ മന്ത്രി സഖാവ് രാജനാണ്. റവന്യൂ മന്ത്രി സഖാവ് രാജൻ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് ഏതൊരു ഗാലണ്ടറി അവാർഡിനേക്കാളും മികച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത്. തൻ്റെ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇത്രയും സുതാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിന് മുമ്പാകെ. ഈ ആത്മഹത്യയുടെ തൊട്ടടുത്ത മണിക്കൂറുകളിലാണ് അദ്ദേഹം സമൂഹത്തോട് സംവദിച്ചതെന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ സമൂഹത്തിനോ CPM-നോ അതുപോലെ കേരളീയ പൊതുസമൂഹത്തിൽ ഒരാൾക്ക് പോലും അദ്ദേഹം അഴിമതിക്കാരനാണെന്ന ബോധ്യമില്ലെന്നേ. അപ്പോൾ ആ അഴിമതിക്കാരനല്ല എന്ന ബോധ്യത്തിൻ്റെ കൂടി ഉറപ്പ് ലഭിക്കേണ്ടത് അദ്ദേഹം കോടതി അദ്ദേഹത്തെക്കുറിച്ച് ഈ കേസിൻ്റെ അന്വേഷണം നടത്തി കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മാത്രമാണ്. ആ ഫൈനൽ റിപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോൾ മഞ്ജുഷയും അതുപോലെ തന്നെ ശ്രീ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനും കേരള പോലീസിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ, സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ലെന്നേ. ശരി, അവരെടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് CPM എടുത്തുള്ള തീരുമാനം. അതാണ് പാർട്ടിയുടെ മാസ്റ്റർ അസന്നിഗ്ധമായി പറഞ്ഞത്. ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബം ആ ഗോവിന്ദ മാസ്റ്ററുടെ വാക്കുകളെ തന്നെ അവിശ്വസിച്ചുകൊണ്ടാണ് ഈ ഹർജി കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ CBI അന്വേഷിച്ചു. ഇപ്പോൾ CBI വളരെ പ്രമാദമായ, നിങ്ങൾ ഉന്നയിച്ച തന്നെ പ്രമാദമായ കേസുകളിൽ പലതും ഇപ്പോൾ വാളയാർ കേസ് അന്വേഷിച്ചിട്ടുണ്ട്.
സംസ്ഥാന പോലീസ് അന്വേഷിച്ചതിന് അപ്പുറത്തൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ശ്രീജീവിന്റെ മരണം, തിരുവനന്തപുരത്ത് സമരമൊക്കെ നടന്ന വിഷയം, ഇങ്ങനെ ഇപ്പോൾ CBI അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കണ്ടെത്തുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും കണ്ടെത്തിക്കൊള്ളണമെന്നില്ല. വസ്തുത എന്താണോ അതല്ലേ കണ്ടെത്താൻ കഴിയൂ ആരന്വേഷിച്ചാലും. ശ്രീ അഭിലാഷേ, ഇപ്പോൾ CBI വന്ന് എല്ലാ കേസും അന്വേഷിക്കുമെന്നും CBIയുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ CBI ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും എതിരാളികളെ ആയി ബന്ധപ്പെട്ട പല വിഷയത്തിനകത്ത് എടുത്ത നിലപാടുകളും അറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കൊടുത്ത ഒരു ഇമ്മ്യൂണിറ്റി CBIയും ഇൻകം ടാക്സും അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അവരുടെ വിശ്വാസ്യത അവിടെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ദിവ്യക്ക് പിന്നെ അച്ഛനുണ്ട്, ദിവ്യക്ക് അമ്മയുണ്ട്, ദിവ്യക്ക് കുടുംബമുണ്ട്. ഞാൻ പറയുന്നു കൂടത്തായി ജോളിക്കും അമ്മയും അച്ഛനും കുടുംബമൊക്കെ ഉണ്ട്. അവരും പ്രതിയാണ്, അവർക്കും ഈ പ്രശ്നമുണ്ട്. ഒരു മനുഷ്യനെ വെറുത്ത വാക്കുകൊണ്ട് ഇന്ന് വരെ കൈക്കൂലി വാങ്ങാത്ത ഒരു മനുഷ്യനെ വെറുത്ത വാക്ക് ഉപയോഗിച്ച് അവരെ ആയുധമില്ലാണ്ട് കൊന്നവരാണ്. ആ കൊന്ന കൊലയാളിയായ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് അവർക്ക് പരിരക്ഷയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ നേരത്തെ പറഞ്ഞു ആര് കൂടിയാ നവീൻ ബാബു പിന്നെ അഴിമതിക്കാരനല്ല, നവീൻ ബാബു നല്ല ആളാന്ന് ഇദ്ദേഹം പറയാം. അപ്പോൾ ദിവ്യയുടെ പിന്നെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയാം. അപ്പോൾ ഇതെന്നെ കേൾക്കുന്ന ആളുകൾ, നിങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ അരിയാഹാരം കഴിക്കുന്നവരാ, വിഡ്ഢികളൊന്നുമല്ല. ഇങ്ങനെയൊന്നും ന്യായീകരിക്കുന്നത് ഏത് ആൾക്കാണ് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക? എന്നിട്ട് ഇദ്ദേഹം പറയാണ് പിന്നെ CBI അന്വേഷിക്കാൻ ഞങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്ന്. ഈ കേസ് ദിവ്യയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയതാരാ? വിശ്വൻ എന്ന് പറയുന്ന CPMന്റെ പല പ്രമാദമായ കേസുകളും പിന്നെ കോടതിക്കകത്ത് വാദിക്കുന്ന CPMന്റെ ഏറ്റവും ഉറ്റ ബന്ധുവായ വിശ്വനല്ലേ, P ശശിയുമായി ഏറെ അടുത്ത ബന്ധമുള്ള ആളല്ലേ. അപ്പോൾ ഈ ഒരു കേസ് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കോടതിയിലേക്ക് എത്തിയാൽ ഇവരുടെ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒക്കെ ഇടപെടില്ല എന്ന് അസ്കർ ഇപ്പോൾ ഇവിടെ മാധ്യമ നിരീക്ഷകൻ എന്നതിൽ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നതിൽ പറയുമായിരിക്കും. ഇതിനകത്തൊക്കെ തന്നെ ഇടപെടാനൊക്കെ സംവിധാനം, പാർട്ടിയുടെ സംവിധാനമുണ്ട്. CPMന്റെ ഒരു പ്രതിനിധിയോ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇടപെടില്ല എന്ന്. അസ്കറിനെ അത് ഏൽപ്പിച്ചിരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഈ കേസ് അന്വേഷിക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും ഇവരെ ഭാഗത്ത് നിന്ന് എടുക്കും. പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് പ്രശാന്തൻ സാക്ഷിയാകുന്നത്? അത് എവിടെയാണ് സാക്ഷിയാകുന്നത്? ഈ പ്രശാന്തൻ ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട ഗൂഢാലോചന പ്രതിയല്ലേ? പ്രശാന്തന് വേണ്ടിയല്ലേ ദിവ്യ ഇത് പറഞ്ഞത്? അപ്പോൾ പ്രശാന്തനല്ലേ വ്യാജ കത്ത് കൊടുത്തത്? പ്രശാന്തന്റെ അല്ലേ വ്യാജ ഒപ്പ്? അങ്ങനെയൊക്കെ നേതൃത്വം കൊടുത്തിട്ടും അതോടൊപ്പം പ്രശാന്തന്റെ കുടുംബം ഇയാളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടും അയാൾ സാക്ഷിയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരൊപ്പമാണ്? അതെങ്ങനെ നിങ്ങൾ സാക്ഷിയാക്കുക? നിങ്ങളുടെ പോലീസ് എങ്ങനെയാണ് സാക്ഷിയാക്കുക? അപ്പോൾ നിങ്ങളുടെ പോലീസ് ആയതുകൊണ്ടല്ലേ, പ്രശാന്ത് സഖാവായതുകൊണ്ടല്ലേ, ബിജു കണ്ടക്കയുടെ ഗോപിനാഥിന്റെയും അടുത്ത ബന്ധു ആയതുകൊണ്ടല്ലേ പ്രശാന്തന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്, പ്രശാന്തൻ വെല്ലുവിളിക്കുന്നത് എൻ്റെ ഒപ്പ് തന്നെയാന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പോയല്ലോ. അതൊക്കെ എന്തിനാ? ഈ പാർട്ടി സംരക്ഷണവും സർക്കാരിന്റെ സംരക്ഷണവും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് പ്രോസിക്യൂഷൻ ഇവരുടെ ഫോൺ രേഖ പരിശോധിക്കാൻ പാടില്ല എന്ന് കോടതിക്കകത്ത് പറഞ്ഞത്. അങ്ങനെ സാക്ഷിയാക്കേണ്ട ആളല്ല, പ്രതിയാക്കേണ്ട ആളാണ്. ദീപയോടൊപ്പം പ്രതിയാക്കേണ്ട ആളാണ് പ്രശാന്തൻ. എന്തുകൊണ്ട് പ്രശാന്തനെ പ്രതിയാക്കിയിട്ടില്ല? പരിശോധിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ആരൊപ്പമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ദിവ്യയുടെ എല്ലാ മൂവ്മെന്റിലും നിങ്ങളുടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉണ്ടായിരുന്നു, നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ഉപതെരഞ്ഞെടുപ്പില്ല എങ്കിൽ ഒരു നടപടിയും വരില്ല. ഇനി നിങ്ങൾ നോക്കൂ, ദിവ്യക്കെതിരായിട്ടുള്ള നടപടി എത്ര കാലം നിൽക്കും നമുക്ക് നോക്കാം. ഈ നാട്ടിൽ 51 വെട്ടുവെട്ടി കൊന്ന കുഞ്ഞനന്തനെ ശിക്ഷിച്ചിട്ട് ആ ശിക്ഷ കോടതി അംഗീകരിക്കുന്നില്ല. പാർട്ടി കോടതിയിൽ അയാൾ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ? അതുകൊണ്ട് ഇതിനപ്പുറവും നിങ്ങൾ ചെയ്യും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ദിവ്യയെ നിങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നാളെയും മറ്റന്നാളും MV ജയരാജൻ പറഞ്ഞതുപോലെ ധ്വനി ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, കണ്ണൂർ കലക്ടറേറ്റിൽ നവീൻ ബാബു അഴിമതിക്കാരനാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഇപ്പോഴും നടക്കുകയാണ്. NGO യൂണിയൻ നേതൃത്വത്തിൽ. ഞങ്ങൾ വെറുതെ പറയുന്ന കാര്യമല്ല, ഇപ്പോഴും ഇദ്ദേഹം പണം വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പല കള്ളക്കഥകളും അവർ മെനയുന്നുണ്ട് എന്നുള്ളത് കൂടി അഭിലാഷ് മനസ്സിലാക്കണം. നാളെ മുതൽ നോക്കാം നമുക്ക് എന്തൊക്കെയാ വരുന്നത്. ശരി, അഡ്വക്കേറ്റ് ആസ്കർ മറുപടി. അല്ല അഭിലാഷ്, ഇതില് ദിവ്യ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ കേസിൽ പ്രതിയാക്കപ്പെടുകയും അവർ ജയിലിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രശാന്തനെ ഏതെങ്കിലും തരത്തിൽ സംരക്ഷിക്കുന്നു എന്ന് വ്യാമോഹമൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. പ്രശാന്തനെതിരെ ഏതെങ്കിലും തെളിവ് വന്നാൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രശാന്തനെ പ്രതികരിക്കുന്നതിന് ഒരു സംശയമുണ്ട്. ഇവിടെ ഗൂഢാലോചന, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുക, യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. കൈക്കൂലി കൊടുക്കുന്നത് കുറ്റകരമല്ലേ? അല്ല, അതിന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അല്ലല്ല കുറ്റകരമാണ്. കൈക്കൂലി കൊടുക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, കുറ്റകരം തന്നെയാണ്. ഒരു സംശയം വേണ്ട. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഇക്കാര്യത്തിൽ അന്വേഷണത്തിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ
ലളിതകുമാരി ഏത് അന്വേഷണം? ലളിതകുമാരി ഏത് അന്വേഷണം? കേസിന്റെ quick നിങ്ങൾ verification report ഉണ്ട്. പ്രതിപക്ഷത്തിൽപ്പെട്ട ആ quick ആളാണെങ്കിൽ നിങ്ങൾ verification വീട് പറഞ്ഞ report ആളെ സമയമുണ്ടെന്നേ. നിങ്ങൾ ജയിലിൽ കൊണ്ടുവന്നുണ്ടല്ലോ. സമരം നടത്തിയ ആളെ പോലും വീട് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ടല്ലോ. എന്തേ പ്രശാന്തൻ ഈ കേസെടുക്കാത്തത്? അന്വേഷണത്തിൽ രാഷ്ട്രീയം തന്നെയാണ്, രാഷ്ട്രീയം തന്നെയാണ്. അയാൾ CPM ആയതുകൊണ്ടാണ്, അയാൾ സഖാവായതുകൊണ്ടാണ്, അയാൾ CPM നേതാക്കന്മാരുടെ ഉച്ചബന്ധുവായതുകൊണ്ടാണ് അയാൾക്കെതിരായി കേസെടുക്കാത്തത്. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കിട്ടിയാൽ പോലീസ് അക്കാര്യത്തിൽ വിജിലൻസ് അക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. എത്ര മാസമായി ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്ത് മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും നിയമത്തിന്റെ മുമ്പിൽ വരുന്നില്ല. എപ്പെടുക്കും? ആരെടുക്കാൻ? ഏത് പോലീസ് എടുക്കാൻ? പി ശശിയുടെ പോലീസാണോ? പി ശശിയുടെ പോലീസാണോ പ്രശാന്തിന് കേസെടുക്കേണ്ടത്? താങ്കൾ ഇങ്ങനെ പറയാന്നല്ലാതെ ഒരു കേസ് എടുക്കാൻ പോകുന്നില്ല, ഒരു കേസ് എടുക്കാൻ പോകുന്നില്ല, ഒരു കേസ് എടുക്കാൻ പോകുന്നില്ല. ശരി ശരി ശരി, അത് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് ഈ വിവാദം ഇങ്ങനെ കത്തിച്ചു നിർത്തണമെങ്കിൽ കേസെടുക്കാതിരിക്കുകയും അന്വേഷണം നടത്താതിരിക്കുകയും നിങ്ങൾ എന്താ തുടക്ക ദിവസം പറഞ്ഞേ? നവീൻ ബാബു ആത്മഹത്യ ദിവസം നിങ്ങൾ എന്താ പറഞ്ഞേ? പ്രതിയാക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പ്രതിയാക്കില്ലേ? അവരെ ബോധ്യപ്പെടുത്തുങ്ങൾ, അവരെ ബോധ്യപ്പെടുത്തുങ്ങൾ. ശരി ശരി, ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട, പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്തണ്ട. നിങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആഗ്രഹിക്കുന്ന തരത്തിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്നേ. ശരി, ഓക്കെ. എന്തായാലും എന്താണ് നടപടിക്രമങ്ങൾ എന്താണ് നാളെ നോക്കാൻ പറ്റുമോ? ശരി 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 ശരി, തർക്കം വേണ്ട, തർക്കം വേണ്ട, തർക്കം വേണ്ട. അന്വേഷിക്കണം അവർ പറയോ? അന്വേഷിക്കണം അവർ കരുതിയുമായി പോവോ? ശരി ശരി, എനിക്കൊരു ചർച്ചയിലേക്ക് വേണം. KVS ഹരിദാസ്, ഇവിടെ ഇപ്പോ ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ഞാൻ ചോദിച്ചു. അതിൽ അസ്കർ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇനി CBI ഈ കേസിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടി നമ്മൾ അറിയണമല്ലോ. ഈ കേസ് സംബന്ധിച്ച് CBIയുടെ അഭിഭാഷകൻ എന്ത് സമീപനം സ്വീകരിക്കുന്നു താങ്കൾ വിചാരിക്കുന്നു? അല്ല, CBI ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് കോടതിയിൽ ഒരു നിലപാട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പലരും സൂചിപ്പിച്ചില്ലേ, ഇതിൻ്റെ പ്രാഥമികമായ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഈ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചിട്ട് കോടതിയിൽ ഒരു നിലപാടെടുക്കാൻ CBI അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. അത് കോടതി നടപടിയുടെ ഭാഗമാണ്. പക്ഷേ സാധാരണ നിലയ്ക്ക് ഇത്തരം ഒരു പ്രധാനപ്പെട്ട പ്രമാദമായ ഒരു കേസിൽ CBI നോ എന്ന് പറയാനുള്ള സാധ്യത കാണുന്നില്ല. പോസിറ്റീവായിട്ട് നമുക്കതിന് കാണാം. കാരണം ഇതിൽ വേറെ താല്പര്യങ്ങളൊന്നുമില്ല. ഇതിലൊരു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ മരണം കൊലപാതകമാണോ അല്ലയോ എന്നതല്ലേ പരിശോധിക്കണ്ടേ. അതിലിപ്പോൾ CBIക്ക് വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവേണ്ട ഒരു സാധ്യതയില്ല, കാര്യവുമില്ല. അതുകൊണ്ട് അതിൽ നിന്ന് CBI പിന്മാറും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ ഇപ്പോൾ അസ്കർ എടുത്ത ഒരു നിലപാടുണ്ടല്ലോ, സർക്കാർ ഇതിനെ എതിർക്കാൻ പോകുന്നില്ല, ഈ അന്വേഷണത്തെ അനുകൂലിക്കും. പക്ഷേ CPMന് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി വന്നു. CPMന് ഒരു പ്രതിനിധി ചർച്ചയ്ക്ക് അയക്കാൻ പറ്റുന്നുണ്ടോ? അത്തരം ഒരു ദുരവസ്ഥ ഇന്ന് CPM ഫേസ് ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ഇതിനെ ഈ പ്രശ്നം ഉയർന്നു വന്ന സമയത്തും ആദ്യമൊക്കെ CPMകാർ ഒളിച്ചോടിയത് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. അവർക്ക് ഒരു ചാനലിൽ വന്നിട്ട് ഈ പ്രശ്നത്തിൽ ആ CPM കുടുംബത്തിലെ ഒരു വിധവയുടെ വിലാപം അത് ശരിയാണെന്ന് പറയാനുള്ള മാന്യത പോലും ഇല്ലാതായിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യവും അത് തന്നെയാണ്. ശരി, ശ്രീ ഹരിദാസ്, ശ്രീ MK ഹരിദാസ്, അങ്ങയോടാണ്. ഇനിയിപ്പോൾ നോക്കൂ, ഇത് രാഷ്ട്രീയമായി ഞങ്ങൾ ഇരയുടെ പക്ഷത്താണ് എന്ന ഉറച്ച നിലപാടെടുത്ത് നിൽക്കുകയായിരുന്നു CPM. ഇപ്പോൾ MV ജയരാജൻ്റെയും മറ്റു ചില ആളുകളുടെയൊക്കെ പ്രസ്താവന താങ്കൾ ചൂണ്ടിക്കാണിച്ചു. ഒരേ സമയം രണ്ട് നിലപാടുണ്ടെന്നൊക്കെ ആക്ഷേപിച്ചു. പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉള്ള പത്തനംതിട്ടയിലെ പാർട്ടി, അവരുടെ ഭാരവാഹികളൊക്കെ ഈ കുടുംബത്തിനൊപ്പം മുഴുവൻ സമയമുണ്ട് എന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും നിരന്തരം ആ വീട്ടിൽ അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ തൊട്ടടുത്തുള്ള എന്ന് പറഞ്ഞാൽ അവരുടെ അയൽപക്കത്തുള്ള പാർട്ടിക്ക്, മലയാളപ്പുഴയിലെ പാർട്ടിക്ക്, പത്തനംതിട്ടയിലെ പാർട്ടിക്ക് ഇതിൽ ഇവരുടെ കുടുംബത്തോടൊപ്പം അല്ലാതെ ഒരു നിലപാട് സ്വീകരിക്കുക സാധ്യമാണോ? അതൊക്കെ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ പേരിൽ കുറേ കാലമൊക്കെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് കൊടുക്കുന്ന
എന്താ പറയേണ്ടത് ഉത്തരവനുസരിച്ച് ചെയ്യുന്നതാണ് ശ്രീ അഭിലാഷേ. അവിടെ മലയാലപ്പുഴ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു CITUവിൻ്റെ ഒരു നേതാവുണ്ട്. അദ്ദേഹം ഈ കേസിൽ പുലർത്തുന്ന ആത്മാർത്ഥതയ്ക്കപ്പുറം ഈ പത്തനംതിട്ടയിലെ ഒരു CPM നേതാവിൻ്റെ വാക്കുകളിലും ഒളിച്ചു വെച്ച മുനയമ്പോട് കൂട്ടല്ലാണ്ട് ഒന്നും കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഈ 23-ാം തീയതിത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന പൂരം ചോദിച്ചറിയേണ്ട കാര്യങ്ങളില്ല. എല്ലാവരും ഒന്നാവും ഈ കാര്യത്തിൽ. ആ കുടുംബം ഒറ്റപ്പെടും, ആ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ ഈ 11-12 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ആ കുടുംബത്തിന് നീതി CPM കേരളം ഭരിക്കുന്നിടത്തോളം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. മേൽപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ വിഭക്തിയോടാണ് എനിക്കിഷ്ടമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇവർക്ക് സത്യസന്ധനായ നവീൻ ബാബുവിനോടുള്ള പ്രതിപത്തിയേക്കാൾ ദിവ്യ സംരക്ഷിക്കപ്പെടണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂട്ടാണ് ഈ പാർട്ടി മുൻപോട്ട് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ദിവ്യയ്ക്കുള്ള എല്ലാ സംരക്ഷണവും എല്ലാ കാലത്തും ഒരുക്കാതെ ഇവിടെ നവീൻ ബാബുവിനൊരു നീതി വാങ്ങിക്കൊടുക്കാൻ കേരളം ഇന്ന് ഭരിക്കുന്ന സർക്കാരോ CPM എന്ന് പറയുന്ന പാർട്ടിയോ തയ്യാറാകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ അസ്കർ അങ്ങേയറ്റം വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഒരു സസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രതിക്ക് അവർക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നീതി നിഷേധം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി? എല്ലാ സ്ഥാനമാനങ്ങളോടും കൂടിയിട്ട് ദിവ്യ എല്ലാ സ്ഥാനങ്ങളിലും തിരിച്ചു വരും. അങ്ങ് ഒരു 6 മാസം കാത്തിരിക്കാനാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ശരി, എന്തായാലും കാത്തിരുന്ന് കാണാം. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.